സംസ്ഥാനത്ത് ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്ന സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രാ പദ്ധതിയായ പ്രിയദർശിനി കേരളത്തിൽ വലിയ സാമൂഹ്യ മാറ്റവും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഒന്നായ ഈ പദ്ധതി പുതിയ സർക്കാർ അധികാരത്തിലേറി ഒരു മാസത്തിനകം തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ പരിഹാസമാണ് ഇവരെ ഈ 35-ൽ എത്തിച്ചത്. ഈ പരിഹാസത്തിൻ്റെ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ ഇനി 35 അടനെ കുറയാൻ 8 പേരുടെ കാര്യത്തിൽ അവരിങ്ങനെ നിൽക്കുകയാണ് 35-നകത്ത്. അപ്പോൾ ഈ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ കുറച്ചുകൂടെ അവരുടെ പൊസിഷൻ വീക്ക് ആവത്തേ ഉള്ളൂ. ഞാനൊരു കാര്യം ഈ ചോദ്യത്തിന് അല്ല ഞാൻ ഈ പറഞ്ഞല്ലോ ഒരു കാര്യം. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു ദിവസത്തെ തീരുമാനങ്ങൾ വൈകുമ്പോൾ നമ്മൾ വലിയ വാർത്തയാക്കാറുണ്ട്. ഞങ്ങളൊക്കെ അതിന് സ്വാഗതം ചെയ്യുന്നവരാണ്, അതിനെ സ്വീകരിക്കുന്നവരാണ്. ഇതുവരെ LDFന്റെ നിയമസഭാ കക്ഷിയുടെ ഉപനേതാവ് ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഒരു നിയമസഭാ സമ്മേളനം കഴിഞ്ഞു. കേരളത്തിൽ ഒരു നിയമസഭാ സമ്മേളനം, അതായത് ഗവർണറുടെ അഡ്രസ്സുമായി ബന്ധപ്പെട്ട ഒരു നിയമസഭാ സമ്മേളനത്തിൽ LDFന്റെ നിയമസഭാ കക്ഷിയുടെ ഉപനേതാവ് ആരാണ്? ബാലഗോപാലാണോ? രാജനാണോ? ഇങ്ങനെ ഒരു അവസ്ഥ പ്രതിപക്ഷത്തിന് ഏതെങ്കിലും കാലത്തുണ്ടായിട്ടുണ്ടോ? ഞങ്ങളൊക്കെ നിയമസഭ ചേരുന്നതിൻ്റെ അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി. ആ ദിവസം തീരുമാനമുണ്ട്. ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയും അന്നത്തെ CPM നേതാക്കന്മാരും പറഞ്ഞതെന്താ? ഇതിവർ വെറുതെ പറയുന്നതാണ്. ഇവർക്ക് തന്നെ അറിയാം കേരളത്തിലെ KSRTCയിൽ സൗജന്യം കൊടുക്കാൻ കഴിയില്ല. കൊടുത്താൽ KSRTC കുത്തുപാളയെടുക്കും. അതാണ് ഉപയോഗിച്ച വാക്ക്. പൂട്ടിപ്പോകും. ഞങ്ങൾ 15-ാം തീയതി മുതൽ നടപ്പിലാക്കിയാണ്. വിശദമായ പഠനത്തിന് ശേഷമാണ് ക്യാബിനറ്റിൽ വന്നതിന് ശേഷം വിശദമായ പഠനത്തിന് വേണ്ടി തീരുമാനമെടുത്തു. ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ച് മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ടവരും എല്ലാവരും പരിശോധിച്ച് നടപ്പിലാക്കിയാണ്. ഞങ്ങൾ നടപ്പിലാക്കുമ്പോൾ KSRTCക്ക് ഏതാണ്ട് 800 കോടി രൂപ സർക്കാർ അങ്ങോട്ട് കൊടുക്കുകയാണെന്നേ. KSRTCക്ക് 1200 കോടി രൂപ നിലവിൽ ഒരു മാസം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 800 കോടിയും കൂടെ കൊടുത്തിട്ട് 2000 കോടി രൂപ KSRTCക്ക് ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഇപ്പോൾ 0 ടിക്കറ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ഒരു KSRTC ബസ്സിൽ 100 പേര് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമാണല്ലോ ആ 100 പേരുടെ തുക KSRTCക്ക് ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഒരു മാസം 1000 പേര് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുകയാണ്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അറിയായിരുന്നു എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അതിനെ ഇനി നിങ്ങൾ പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. പാവപ്പെട്ട സ്ത്രീകളല്ലേ, അവർ യാത്ര ചെയ്തോട്ടെന്നേ. അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഓർഡിനറിയിൽ മാത്രമാക്കി സ്ത്രീകൾക്ക് വിനോദസഞ്ചാരത്തിന് പോകാം, തീർത്ഥാടനത്തിന് പോകാം. ഈ ഓർഡിനറി എവിടെയാണ്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. 5 വർഷത്തിനകത്ത് നടപ്പിലാക്കുന്ന ഗ്യാരണ്ടിയാണ് പ്രഖ്യാപിച്ചത്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. നിങ്ങൾ ചോദിക്കുന്നത് എന്നോടുള്ള ചോദ്യം കൊണ്ടല്ല, നിങ്ങൾ ജനങ്ങളിലേക്ക് ഈ സംശയ നിവാരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു എക്സസൈസായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. അപ്പോൾ 21-ലെ LDF ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അവർ 2021 പ്രഖ്യാപിച്ചു. 22 കൊടുത്തോ? 23 വർദ്ധിപ്പിച്ചോ? 24 വർദ്ധിപ്പിച്ചോ? 25-ലെ ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചോ? 25 അവസാനം പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് 4 മാസത്തേക്ക് ഒരു വർധന വരുത്തി. ഒരു വാഗ്ദാനം ഞങ്ങൾ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെ 2 കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. അതിൽ ആ വാഗ്ദാനത്തിൻ്റെ ഒരു ഘട്ടം ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ തീരുമാനിച്ച് ജൂൺ 15 എന്ന ഒരു തീയതി പ്രഖ്യാപിച്ച് അതിൻ്റെ 1-ാം ഘട്ടം ഞങ്ങൾ പറഞ്ഞല്ലോ. 1-ാം ഘട്ടമാണ് ഓർഡിനറിയിൽ നടത്തുന്നത്. നിങ്ങൾക്ക് പഠിക്കണ്ടേ? കേരളത്തിൽ ഇതുവരെ ഒരു ഗവൺമെൻറ് ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ പരിഷ്കാരമല്ലേ അത്? നടപ്പിലാക്കുമ്പോൾ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് അത് പഠിക്കാൻ, പരിശോധിക്കാൻ പൈലറ്റായി ഓർഡിനറിയിൽ നടപ്പിലാക്കുന്നു. അത് കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും ഒരു ഗ്യാരണ്ടി പ്രഖ്യാപിച്ച് 1 മാസത്തിനകം അത് നടപ്പിലാവുകയാണ്. അപ്പോൾ ഇത്രയും അധികം ആളുകൾക്ക് നിങ്ങൾ നോക്കിക്കോ,
ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി ഞങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളെ അറിയിക്കാം. സ്ത്രീകളുടെ മൊബിലിറ്റിയിലുണ്ടായ വർധനവ് ഞങ്ങളത് പറയുന്നല്ലോ, നിങ്ങൾ ചെറിയ കാര്യമായിട്ട് കാണേണ്ട. ഇത് പാവപ്പെട്ട സ്ത്രീകളാണ്. അവർക്ക് ഒരു ദിവസം അവർക്ക് യാത്രയിൽ ഇത്ര രൂപ ലാഭിച്ചാൽ അവർക്ക് ഒരു മാസം അവരുടെ കുടുംബ ബഡ്ജറ്റിലുണ്ടാകുന്ന ലാഭം വളരെ വലുതാണ്. എന്നോട് ചോദിച്ച ചോദ്യം, ഈ ഓർഡിനറിയിൽ ഇത് നടപ്പിലാക്കി ഒരു മാസം കഴിയുമ്പോൾ അതിൽ യാത്ര ചെയ്ത സാധാരണക്കാരായ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുമ്പിൽ കൊണ്ടുപോയി ഈ മൈക്ക് വെച്ചെന്ന് ചോദിച്ചിട്ട് അവർ പറയുന്നത് ഈ അധിക്ഷേപിക്കാൻ നടക്കുന്ന ഇടതുപക്ഷക്കാരോട് ഒന്ന് കേൾപ്പിച്ചു കൊടുത്താൽ മതി. ഇത് വലിയ റിവല്യൂഷൻ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന, കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന, സ്ത്രീ ശാക്തീകരണത്തിന് ഉതകുന്ന ഒരു പദ്ധതിയാണിത്, പ്രിയദർശിനി ഈ ഗ്യാരണ്ടി സ്കീം. ചില കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞങ്ങളെ കുഴപ്പമാണോ? ഇപ്പം ഞങ്ങളുടെ ഗവൺമെന്റ് വന്നല്ലേ ഉള്ളൂ, 10 വർഷം ഇവിടെ ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ. ചില കോൺസ്റ്റിറ്റ്യുവൻസി ആയിക്കോട്ടെ. അല്ല, നിങ്ങൾ കാര്യം പരിശോധിച്ചിട്ടുണ്ടോ? അക്കാഡമിക്കായി പരിശോധിക്കാൻ വേണ്ടി പറയാം. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് KSRTCയിൽ എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? 10 കൊല്ലം കഴിഞ്ഞപ്പോൾ KSRTCയിൽ എത്ര ഷെഡ്യൂൾ വെട്ടിക്കുറയ്ക്കപ്പെട്ടു? പരിശോധിക്കൂ. പരിശോധിച്ചിട്ടാ പറയുന്നത്. വലിയ തോതിൽ വെട്ടിക്കുറച്ചു. അതിൽ മലബാറിലും ഉണ്ടായി. അപ്പോൾ അങ്ങനെ ചില കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്ത് സംഭവിച്ചു? ഒരു KSRTC ബസ് പോലും ഇല്ലാത്ത കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് കേരളത്തിൽ, സർവീസ് ഇല്ലാത്ത. ഞങ്ങളത് പരിശോധിക്കുകയാണ്. ആ സ്ഥലങ്ങളിലും KSRTC ബസ്സിൻ്റെ സർവീസ് ആരംഭിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾക്കും ഇതിന്റെ പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോവുകയാണ്. സർവീസ് മലബാർ ഏരിയയിൽ കൂടും. ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ ആദ്യം പരിഗണന കൊടുത്തിട്ട് അവിടെ ആരംഭിക്കും, ബാക്കി ആലോചിക്കും. ഇല്ലില്ല, അങ്ങനെയൊന്നും ഒരു തരത്തിലും ഈ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടും അതിനെ സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുമ്പോൾ അതിന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ശ്രീ ഷംസുദ്ദീൻ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെടുത്ത നിലപാടുകളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്, ബോധ്യമുണ്ട്. ഇതൊക്കെ ചെയ്ത ആളുകളെ സംബന്ധിച്ചും കേരളത്തിന് അറിയാം. അതിൻ്റെയൊക്കെ പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചൊക്കെ ഉള്ള തീരുമാനം കൂട്ടായിട്ട് ആലോചിച്ചെടുക്കുന്നത്. ഈ ചർച്ചകളെല്ലാം UDF-ലുണ്ട്. ബജറ്റ് വന്നിട്ടില്ലല്ലോ. ധവളപത്രം എന്ന് പറയുന്നത് എന്താ? സംസ്ഥാന ഗവൺമെന്റിന് ധവളപത്രം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് സമസ്ത കൃത്യമായി തന്നെ അവരുടെ മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ധവളപത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ധനകാര്യ മേഖലയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള ഒരു പേപ്പറാണ്, ഒരു ഡോക്യുമെൻ്റാണ്. അത് ആദ്യമായി മനസ്സിലാക്കേണ്ടത് അത് സംബന്ധിച്ച് കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതിയുടെ തൽസ്ഥിതി വിവരണമാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടുകൾ പറയേണ്ട സ്ഥലത്ത് കൃത്യമായി മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും പറയും. അപ്പോൾ അതുകൊണ്ട് ധവളപത്രത്തിൽ എന്തുകൊണ്ട് അത് വന്നില്ല എന്ന് പറഞ്ഞാൽ, ധവളപത്രം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കൃത്യമായി വന്നിട്ടുണ്ട്. അതിൽ ഒരിക്കലും രാഷ്ട്രീയം കലരാതിരിക്കാൻ ഈ സംസ്ഥാനത്തെ CPM-നെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ടോ? അതിനകത്ത് ധനകാര്യ വകുപ്പിനെ മന്ത്രിയെ വിമർശിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളെന്താ ഇപ്പം ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി. ഇവിടെ 20,000 കോടിയുടെ കുറവുണ്ടായിട്ടുണ്ട്. 35,000 കോടിയായിരുന്നു പ്ലാൻ. അതിൽ 14,000 കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിലാണ് കാണിച്ചിരുന്നത്. ആ 14,000 കോടി ഇനി കിട്ടാൻ പോണില്ല. ആ കിട്ടാത്ത 14,000 കോടി കാണിച്ചിട്ടാണ് ഒരു 35,000-ന്റെ പ്ലാൻ ഇവിടെ ഉണ്ടാക്കിയത്. ജനങ്ങളോട് പറയണ്ടേ? ഞാൻ ഇത്രയും കാര്യം സംസാരിക്കാൻ പാകത്തിലുള്ള വകുപ്പില്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യം പറഞ്ഞു. ബാക്കി അതിന്റെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോട് പറഞ്ഞു.